കർത്താവെ, അങ്ങ് ഇന്നെൻ്റെ ഭാരപ്പെടുന്ന പ്രശ്നത്തിൻ്റെ മേൽ ഒരു മറുപടി എനിക്ക് തന്നാൽ ഞാനത് അങ്ങേക്ക് മഹത്വമായി സാക്ഷ്യപ്പെടുത്തുമെന്നൊന്ന് തീരുമാനിക്കാവോ? നിങ്ങളുടെ പ്രശ്നത്തിന് ഉടനെ ഉത്തരം ലഭിക്കും. ആത്മാർത്ഥമായിട്ടായിരിക്കണം. കാര്യം നടക്കട്ടെ എന്നിട്ട് കാല് മാറാമെന്നൊരു നിരൂപണം ഉള്ളിലുണ്ടെങ്കിൽ കർത്താവ് സകലതും അറിയുന്നവനാണ്, നടക്കില്ല. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കർത്താവിന് മഹത്വം വരുന്ന നിലയിൽ ഒരു ചുവട് വെക്കുവാനുള്ള തയ്യാറെടുപ്പോടുകൂടെ നിങ്ങളുടെ ആവശ്യത്തെ ഇന്ന് കർത്താവിൻ്റെ കരത്തിൽ സമർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് ആ വിഷയത്തിന്മേലൊന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നോക്കിക്കേ, വേഗം ഉത്തരം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, വലിയ പ്രാധാന്യതയുള്ള ഇന്നത്തെ ഈ ദൂത് കേൾക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു: പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കാം. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. എനിക്ക് വേണ്ടതെല്ലാം യേശുവിൻ്റെ കൈകളിലുണ്ട് എന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കുക മാത്രമല്ല, അത് പറയാനും കൂടെ തയ്യാറാകുക. എനിക്ക് വേണ്ടതെല്ലാം യേശുവിൻ്റെ കൈകളിലുണ്ട്. നിങ്ങൾക്കിന്ന് വേണ്ടത് എന്താണ്? സാമ്പത്തികമാണോ? നിങ്ങൾക്കിന്ന് വേണ്ടത് എന്താണ്? വിജയമാണോ? നിങ്ങൾക്കിന്ന് വേണ്ടത് എന്താണ്? ആത്മീക അഭിവൃദ്ധിയാണോ? നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെല്ലാം യേശുവിൻ്റെ കൈകളിലുണ്ട്. തീർന്നില്ല. പിതാവായ ദൈവത്തിൻ്റെ കൈകളിലുള്ളതെല്ലാം പിതാവ് യേശുവിൻ്റെ കൈകളിൽ കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് കൊടുത്തിരിക്കുന്നുവെന്ന് യേശു ഇവിടെ പറയുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. പുത്രനെ പിതാവ് സ്നേഹിക്കുന്നതിനാലാണ് പിതാവ് എല്ലാം യേശുവിൻ്റെ കൈകളിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ദൈവശാസ്ത്രം പറഞ്ഞ് സമയം നീട്ടുന്നില്ല, വേഗം കാര്യം പരിഹരിക്കാം, നമുക്കത് പൂർത്തിയാക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൂതിനാൽ നമുക്കൊരു പുതിയ ചുവട് വെക്കുക നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ദൈവപിതാവിൻ്റെ സ്നേഹത്താൽ സകലതും പിതാവിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിനൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഈ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്നതെല്ലാം പിതാവിൻ്റെ മഹത്വത്തിനായി തന്നെ ഉപയോഗിക്കപ്പെടണം. ഞാൻ നിങ്ങളുടെ കരങ്ങളിൽ ഉത്തരവാദിത്വത്തോടെ എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സംഗതി ഏൽപ്പിച്ചു. അതിനുശേഷം ഞാൻ പറയുകയാണ്, ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങളത് ഉപകാരപ്പെടുന്ന നിലയിൽ നന്നായി വിനിയോഗിച്ചോളൂ എന്ന് പറയുമ്പോൾ നിങ്ങളത് ദൂർത്തടിച്ച് കളയാതെ നിങ്ങളത് വളരെ മാന്യമായ നിലയിൽ, എൻ്റെ ഹൃദയം സന്തോഷിക്കുന്ന നിലയിൽ നിങ്ങളത് വിനിയോഗിച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു വാഹനം നൽകി. ആ വാഹനം നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ എന്ന് ഉപയോഗിച്ചാൽ എനിക്ക് നിങ്ങളോടുള്ള മമത കൂടുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ സമൂഹത്തിൽ പല വികസന പദ്ധതികൾ ചെയ്ത ശേഷം ഇത് ഇന്നയാളുടെ ഫണ്ടിൽ നിന്നാണ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മളുടെ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച്, ജനപ്രതിനിധികളെക്കുറിച്ചുള്ളതായ ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. ഇന്നയാളുടെ പ്രവർത്തന ഫണ്ടിൽ നിന്നും ലഭിച്ച തുകയാൽ നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡ്, അല്ലെങ്കിൽ ഹൈമാക്സ് ലൈറ്റ്, റോഡ് തുടങ്ങിയ വികസനപരമായ പല കാര്യങ്ങളിലും അവരുടെ പേര് എഴുതാറുണ്ട്. അതായത് ഗവൺമെൻറ് നൽകിയ തുക പൊതുജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാൾ ജനങ്ങൾ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവരുടെ സേവനത്തിനായി വിശ്വസ്തയോടെ ചെയ്തു എന്ന് ജനത്തെ മനസ്സിലാക്കാനാണ് ഈ ഒരു ബോർഡുകൾ എഴുതി തയ്യാറാക്കുന്നത്. പിതാവ് തൻ്റെ കരങ്ങളിൽ നൽകിയത് കർത്താവായ യേശുവിന് ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ: ഇത് ചെലവഴിക്കപ്പെടുമ്പോൾ, പിതാവ് തന്നെ ഏൽപ്പിച്ചത് ഉത്തരവാദിത്വത്തോടെ വിനിമയം ചെയ്യപ്പെടുമ്പോൾ അത് പിതാവിന് മഹത്വം വരുത്തണം. അത്രമാത്രമാണ് കർത്താവിന് അതിൽ താല്പര്യമുള്ളത്. അതുകൊണ്ട് തന്നെ യേശു പിന്നെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അതായത് യേശു എന്ത് ചെയ്താലും അത് പിതാവ് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ പിതാവായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ചെറുതോ വലുതോ ആയ ഒരു കടുകുമണി പോലും കിട്ടിയാലും അതെനിക്ക് ദൈവം നൽകി എന്ന നിലയിൽ കർത്താവിനെ മഹത്വീകരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയിൽ നിങ്ങളതിനെ നോക്കിക്കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പിന്നെയും പിന്നെയും നൽകി തരാൻ ദൈവത്തിനൊരു താല്പര്യമായിരിക്കും. കാരണം നന്ദിയില്ലാത്തവർക്കല്ല, നന്ദിയുള്ളവർക്ക് കൂടുതൽ കൊടുക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ്ലീഹ ഫിലിപ്പിയസ് സഭയോട് പറയുന്നൊരു വാക്യം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും എടുത്ത് ഉപയോഗിക്കുന്നവരാണ്. ആ വചനം എങ്ങനെയാണ്? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. അപ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവം തീർക്കും. എല്ലാ ബുദ്ധിമുട്ടുകളും തീർക്കുന്നതും തനിക്ക്
തനിക്ക് മഹത്വം വരുന്ന നിലയിലാണ്, മഹത്വത്തിൻ്റെ ധനത്തിനൊത്ത വിധമാണ് അത് ദൈവം കംപ്ലീറ്റ് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പകൽ ഏതൊരു അടിയന്തരപരമായ ആവശ്യത്തിന് മുമ്പിലും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നവരോട് എനിക്ക് പറയാനുള്ള ഏക കാര്യം, കർത്താവേ, അങ്ങെനിക്ക് ചെയ്യുന്ന ഉപകാരത്തിന്, തിരുനാമത്തിന് മഹത്വം വരേണ്ടതിന് ഞാനതൊരു സാക്ഷിയായി തിരുസന്നിധിയിൽ ഉണ്ടാകുമെന്ന് ഒരു ഉടമ്പടി ദൈവവുമായി എടുക്കുക, ഒരു തീരുമാനം കർത്താവുമായി എടുക്കുക. തീർച്ചയായും ദൈവം അത് ചെയ്യും. നമ്മുടെ പ്രെയർ ലൈനിലോട്ട് ഓരോ ദിവസവും ഫോൺ ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട്. അതിൽ ചില പ്രിയപ്പെട്ടവർ അവരൊന്നും ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർ പോലുമല്ല, വിവിധ ജാതി മത ചിന്താഗതികളിൽ നിലനിൽക്കുന്നവരാണ്. പക്ഷേ അവരെല്ലാവരും യേശുവിനെ സ്നേഹിക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും തങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം യേശുവിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തവരാണ്. അതിൽ ചിലർ ഞങ്ങളെ ഫോൺ ചെയ്ത് പറയുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്, എനിക്ക് വലിയ സന്തോഷമാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അവർ പറയും, പാസ്റ്ററെ, യേശു ഈ കാര്യം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുക മാത്രമല്ല, ഈ കാര്യം നടക്കുമ്പോൾ ഞാൻ അവിടെ വന്ന സ്റ്റേജിൽ കയറി കർത്താവായ യേശുവാണ് എനിക്ക് വേണ്ടി ഇത് ചെയ്തതെന്ന് ഞാൻ പരസ്യമായി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം കേട്ടോ. ഇത് കർത്താവിനോടും കൂടി ഒന്ന് പറയണേ. കണ്ടോ, പൊതുസമൂഹത്തിനൊരു ബോധ്യമുണ്ട്, നന്ദിയുള്ള ഹൃദയം പുലർത്തുന്നവന് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്, ദൈവത്തിനൊരു പ്രത്യേക താല്പര്യം തന്നെ ഉണ്ട് എന്നുള്ള ഒരു പൊതുബോധം വിശ്വാസ സമൂഹത്തിന് പുറമേയുള്ള ആൾക്കാരുടെ അകത്തും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നു, നീ ദൈവത്തോടൊരു തീരുമാനമെടുക്കുക. കർത്താവേ, അങ്ങ് ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാൽ എനിക്ക് വേണ്ടി ഈ കാര്യം അങ്ങ് ചെയ്തു തരുമ്പോൾ അങ്ങ് എനിക്കായിട്ട് ഇത് ചെയ്തു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടുകൂടെ ഉയർത്തും. കുറേ വർഷങ്ങൾക്ക് പുറകിൽ എൻ്റെ വിവാഹത്തിനെല്ലാം മുൻപ് ഞാൻ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എൻ്റെ ഒരു സ്നേഹിതൻ്റെ ക്ഷണപ്രകാരം അദ്ദേഹത്തിൻ്റെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കുചേരുവാൻ ഞങ്ങൾ കുറേ സ്നേഹിതന്മാർ ഒന്നു ചേർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. അപ്പോൾ 3-4 ദിവസം ആ വീട്ടിൽ പ്രാർത്ഥനകളും അദ്ദേഹത്തെ സഹായിക്കലുമൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ പത്തനാപുരത്തുള്ളതായ മാങ്കോട് IPC ചർച്ചിൽ ഞങ്ങളെല്ലാവരും ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി അന്ന് ചെല്ലുകയാണ്. അന്ന് അവിടെ ചെല്ലുമ്പോൾ ആരാധനാ മധ്യേ അന്ന് അവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സാക്ഷ്യം പറയുവാൻ ആൾക്കാരെ ക്ഷണിച്ചു. അപ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്ന് ഒരു എമർജൻസി ലൈറ്റ് തൻ്റെ വീട്ടിൽ തനിക്ക് മേടിക്കാൻ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം സാക്ഷ്യം പറയുകയാണ്. അന്നേരം അദ്ദേഹം ഒരു വാക്ക് അതിനകത്ത് പറഞ്ഞു, ഒരു സാധാരണ ഒരു എമർജൻസി ലൈറ്റ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ചെറിയ കാര്യമായിരിക്കും, ഒരു നിസ്സാര സംഭവമായിരിക്കും, ഇതൊക്കെ സാക്ഷ്യം പറയാനുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു ലൈറ്റ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരാളാണ്. ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഇതുപോലത്തെ ഒരു ലൈറ്റ് എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുതരാൻ ദൈവമാണ് കാരണമായത്. കർത്താവ് എനിക്ക് തന്നതിന് ഞാൻ കർത്താവിനോട് നന്ദി പറയുന്നു. എനിക്കിത് നൽകി തന്ന യേശുവിന് ഞാൻ പരസ്യമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി പഠിക്കാനുണ്ട് അതിൽ നിന്നും, ഒരുപാട് ചിന്തിക്കാനുണ്ട് ആ കാര്യത്തിൽ നിന്നും. 100 കണക്കിന് ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു പുച്ഛഭാവം ഉണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ദൈവസന്നിധിയിൽ കർത്താവ് വിലപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ 10,000 ആൾക്കാർ കേൾക്കുന്ന ഇതുപോലത്തെ ഒരു ശുശ്രൂഷയിലൂടെ ഇന്ന് ഇത് പറയാൻ കർത്താവ് അനുവദിക്കില്ല. ഞാനിത് പറയണമെന്ന് വിചാരിച്ച ആളല്ല. ഇപ്പോൾ ഇത് പറഞ്ഞു വരുന്ന സമയത്ത് കർത്താവിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇത് തത്സമയം നിങ്ങളോട് പറയുകയാണ്. ദൈവത്തിൻ്റെ മക്കളെ, കർത്താവ് ഒരു കാര്യം എനിക്കായി ചെയ്താൽ ഞാനത് സാക്ഷിക്കും. കാരണം പിതാവെല്ലാം പുത്രനെയാണ് സ്നേഹത്തോടെ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്നേഹം നിമിത്തമാണ് പിതാവ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തൻ്റെ കരങ്ങളിൽ ലഭിച്ച ഓരോ ചെറുതും വലുതുമായ സകലത്തെക്കുറിച്ചും യേശുവിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. പിതാവ് സ്നേഹത്തോടെ ഏൽപ്പിച്ചെങ്കിൽ അതൊക്കെയും ആ പിതാവിൻ്റെ മഹത്വത്തിനായിട്ട് തന്നെ വിനിയോഗിക്കപ്പെടണം. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ മനസ്സിലാക്കിക്കൊണ്ട് പിതാവായ ദൈവത്തിനും കർത്താവായ യേശുവിനും പരിശുദ്ധ റൂഹായിക്കും മഹത്വം വരേണ്ടതിന് കർത്താവെ, അങ്ങയുടെ തിരുനാമ മഹത്വത്തിനായി തന്നെ ഞാനിത് ചെയ്യുമെന്ന് നമുക്ക് കർത്താവിനോട് വാക്കു പറയാം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, തിരുനാമത്തിന് തന്നെ മഹത്വം വരുവാൻ ഇത് കാരണമാക്കണമേ എന്ന് സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥനയും ഇതിനോടുകൂടെ നമുക്ക് ചേർത്ത് ധ്യാനിക്കാം. ഇന്ന് രാവിലെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളെ ഇന്ന് അലട്ടുന്ന ഏറ്റവും വലിയ നിയോഗവും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയവും നിങ്ങളുടെ ഏറ്റവും വലിയ സങ്കടവും എന്തു തന്നെ ആയാലും നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം പോലും മാനിക്കപ്പെടും. ഒറ്റ തീരുമാനം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് നടക്കുമ്പോൾ പരസ്യമായി കർത്താവ് എനിക്ക് ചെയ്തതിനെ സാക്ഷിക്കും. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ഭക്തന്മാരും കാണുക കഴിക്കുകയും ചെയ്യും. ഒതുക്കത്തിൽ പോയി
ഏതോ മൂലക്കിരുന്നിട്ട് ഞാൻ തിരിച്ചു പോരുമെന്നല്ല പറഞ്ഞത്. എൻ്റെ നേർച്ചകൾ ഞാൻ അവൻ്റെ സകല ഭക്തന്മാരും നോക്കി നിൽക്കുമ്പം അവരൊക്കെ ഒന്ന് കാണുക, എല്ലാവരും ഒന്ന് കാണണം ഞാൻ എൻ്റെ കർത്താവിനെ ഒന്ന് വാഴ്ത്തുന്നത്, എല്ലാവരും ഒന്ന് കാണണം ഞാൻ എൻ്റെ കർത്താവിനെക്കുറിച്ച് നല്ല 2 വാക്ക് നന്ദിയായി പറയുന്നത്. എൻ്റെ സകല നേർച്ചകളും അവൻ്റെ സകല ഭക്തന്മാരും കാണുക ഞാൻ കഴിക്കും. ഞങ്ങളുടെ കർത്താവേ, സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഇന്ന് രാവിലെ പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾ തിരുമഹത്വത്തെ പ്രകീർത്തിക്കാത്തതൊരു കാരണം തന്നെ എന്ന് തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഈ തീരുമാനം പുതുക്കുന്നു. യേശുവിനോട് ഉടമ്പടി ഞങ്ങൾ ചെയ്യുന്നു. സ്വർഗത്തോട് ഞങ്ങൾ എടുക്കുന്ന തീരുമാനം ഇതാണ്: അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുപകാരം ഞങ്ങൾക്ക് ചെയ്താലും ഒന്നുപോലും മറന്നു കളയാതെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവും അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ്റെ പൊന്നു കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓർത്തുകൊണ്ട് അങ്ങേക്ക് മഹത്വം വരുന്ന നിലയിൽ അങ്ങാണ് എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്തതെന്ന് ആരോടും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ പറയത്തക്ക വിധം ഞങ്ങളുടെ വായിൽ അങ്ങയുടെ പുകഴ്ചയും അങ്ങയുടെ സ്തുതികളും ഇന്നു മുതൽ ഉണ്ടായിരിക്കും. ഞാൻ നന്ദി കെട്ടവനായി തീരുകയില്ല. ഞങ്ങളുടെ അധരങ്ങൾ അങ്ങയെ വാഴ്ത്താതിരിക്കുകയില്ല. അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മൊട്ടസൂചി കിട്ടിയാൽ അവിടുത്തെ കരത്തിൽ നിന്ന് ഞങ്ങളുടെ കരത്തിലേക്ക് ലഭിക്കുന്ന സകലതും അവിടുന്നാണ് തന്നത് എന്ന് ഞങ്ങൾ എന്നും 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 വാഴ്ത്തും പ്രഖ്യാപിക്കും. നാഥ, ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേട്ട് തിരുസന്നിധിയിൽ ഉടമ്പടി പുതുക്കുന്ന അങ്ങയുടെ പൊന്നോമന മക്കൾക്ക് ഇവരുടെ ജീവിതത്തിലെ ഏതൊരാവശ്യവും വേഗന്ന് തിരുനാമ മഹത്വത്തിനൊത്ത വിധം പുത്രനായ കർത്താവേ, പിതാവിനുള്ള അവിടുത്തെ അനശ്വരമായ സ്നേഹവും മഹത്വവും വെളിപ്പെടുത്തേണ്ടതിന് അവിടുന്ന് ഇവർക്ക് നൽകി തിരുനാമം ധന്യമായി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിന് മഹത്വം വരുവാൻ ഇത് കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ പൊന്നോമനകളായ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവാലോചന വളരെ ലളിതമാണ്, പക്ഷേ എത്രമാത്രം ആഴമേറിയതാണ്. നമുക്കിത് പാലിക്കാം. നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക. കർത്താവിനുള്ള വിനയപൂർണ്ണമായ ഹൃദയത്തിൽ നിങ്ങളിത് ഇന്ന് പകൽ നിർവഹിക്കുക. ദൈവം സകലതും അറിയുന്നു, അവിടുന്ന് നിങ്ങളെ ആദരിക്കും. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്താണ് ആരാധനയുള്ളത്. കോട്ടയത്തെ ലോഗോസ് ജംഗ്ഷനിലുള്ള MK ടവറിൽ പ്രധാനമന്ത്രി ജൻ ഔഷധിയുടെ മുകളിലുള്ള നമ്മുടെ ആരാധനാലയത്തിൽ കോട്ടയത്തെ സഭയുടെ ആരാധന നടക്കുന്നു. കൂത്താട്ടുകുളത്ത് എല്ലാ ഞായറാഴ്ചയും ബറോഡ ബാങ്കിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിൽ കൂത്താട്ടുകുളം ചർച്ചിലുള്ള നമ്മുടെ ആരാധന നടക്കുന്നു. എറണാകുളത്ത് ചിറ്റൂര് റോഡിലുള്ള YMCA ഹാളിൽ ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ ആരാധന നടക്കുന്നു. നിങ്ങൾ വരണം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവപിതാവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.